ഇവിടുത്തെ കുട്ടികളാണ് നല്ല രസല്ലേ? പിന്നെ ഇവിടെ കെട്ടി കൂടാനുള്ള പ്ലാൻ ഉണ്ടോ? കൂടെ കൊള്ളാന്നുണ്ടല്ലേ? അല്ല അതല്ല, അവിടുത്തെ പെണ്ണുങ്ങളുണ്ടല്ലോ മുഖത്തിങ്ങനെ തേച്ചിട്ടുണ്ടാക്കിയേ അവർക്ക് ഇത് ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നോമ്പ് ഒന്നാലേ, അപ്പോൾ എല്ലാവർക്കും നോമ്പൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ഒരു അത്തായക്കളം കൂടെ കിടന്നുറങ്ങണി. വെറുതെ റമദാൻ മാസത്തെ ആദ്യത്തെ തവണ അല്ലേ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ എന്ന് പറയുമ്പോൾ ഒരു റമദാൻ ദിവസമാണ്, ആദ്യത്തെ നോമ്പ് നമുക്ക് കാശ്മീരിൽ നിന്ന് കിട്ടിയത്. എങ്ങനെയൊക്കെയോ അലാറൊക്കെ വെച്ച് നീച്ച് ഫുഡ് കഴിച്ച് നമ്മൾ ഇന്നലെ രാത്രി ഫുഡൊക്കെ വാങ്ങിച്ച് വെച്ചിരുന്നു. അപ്പം അതുകൊണ്ട് ഫുഡ് അടിയെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ബായി നമുക്ക് ചൂടുവെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ പിടിക്കണത് എന്താ വെച്ചാൽ ചൂടുവെള്ളം വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റിൽ അവിടെ ഹീറ്ററൊക്കെ ഇട്ട് കിടക്കുന്നുണ്ട് കണ്ടില്ലേ. അപ്പോൾ റമീസ് ഇതേ ഇവിടെ ഉണ്ട്. റമീസ് നോമ്പ് വലിക്കണില്ലായിരുന്നു. ഞാൻ ഫസ്റ്റിലും അതായത് അപ്പുറത്തെ റൂമത്തെ ചെക്കന്മാരും നോമ്പൊക്കെ വലിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, വെള്ളം അതേ കുടിക്കാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പള്ളിയിൽ പോകും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇങ്ങനെ ആയിരിക്കും. ഇന്ന് നമ്മൾ മെയിനായിട്ട് ശ്രീനഗർ ടൗണിലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഹസ്രത്ത് ബാലി, പിന്നെ എന്തോ ഒരു ഗാർഡന്, അതുപോലെ പിന്നെ എന്തേനി ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ നിസ്കരിക്കാൻ പോകും. നമ്മളിവിടെ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ബാങ്ക് കിട്ടും. നമ്മളെല്ലാവരും ഫുഡ് അടി നിർത്തില്ലേ. സംഭവം എന്തേനി വാങ്ങിയേനി. പെട്ടെന്ന് ഇവരെല്ലാവരും ഫുഡ് അടി നിർത്തി. പിന്നെ എന്ത് ചെയ്ത് നമുക്ക് കഴിക്കണമെന്നുള്ള ഡൗട്ട്. ലാസ്റ്റ് ഞാൻ താഴെ പള്ളി ഉണ്ട്, അവിടെ പോയി ചോദിച്ചു. അപ്പോൾ അങ്ങേര് പറഞ്ഞ് അത് തെഹജുദിൻ്റെ ആണ്, സുബൈൻ്റെ 5:50 അപ്പോൾ നമ്മൾ വീണ്ടും കഴിച്ചില്ലേ. അപ്പം അങ്ങനെ ലാസ്റ്റ് ഇപ്പോൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂപ്പര് കൊണ്ടുവന്നപ്പോൾ നല്ല ചൂടുണ്ടായിടാ, ഇപ്പോൾ കുറച്ച് കുറഞ്ഞു. അപ്പം ഇനി നമുക്ക് എന്ത് കാണാം, പള്ളി പോകണമാണല്ലേ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അങ്ങനെ ഒരു വ്ളോഗായിരിക്കും. നമ്മൾ ശ്രീനഗരത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ച് ഈ ഒരു നോമ്പിൻ്റെ ആദ്യത്തെ ദിവസത്തെ എന്താ വിചാരിച്ചേ, എൻ്റെ ഉള്ളത് മാത്രമേ പോകുള്ളൂ. നമുക്ക് എന്തായാലും ബാക്കി കാര്യങ്ങൾ കാണാം. ഞാന് പള്ളി പോയി, നായിനെ പള്ളിക്കൊക്കെ വിളിച്ചിട്ട് വരുന്നില്ല. അസ്തഫുറുല്ലാ, നോമ്പാണ്, വിളിച്ചാൽ പാടില്ല. ഇനി അറിയാതെ വിളിച്ചതാണ് അല്ലേ. ഇത് നേരത്തെ എന്തൊക്കെ വിളിച്ചാണ് ടോപ്പാണ്ട. അപ്പൊ നമ്മള് എന്താ പരിപാടി, ഡ്രസ്സൊക്കെ മാറ്റി റെഡി ആയി നിൽക്കുകയാണ്. നമ്മളെ അപ്പുറത്ത് റൂമത്തെ പിള്ളേരൊക്കെ റെഡി ആവാണ്ട്, ഓലൊക്കെ റെഡി ആയിട്ട് നമ്മള് പോകൂലേ. ഹസ്രത്ത് ബാലി, പിന്നെന്തേനി, എന്തോ കൊറേ സംഭവങ്ങൾ. ആദ്യം ശിക്കാര, പിന്നെ ഹസ്രത്ത് ബാലി, പിന്നെ എന്തോ അങ്ങനെ ശ്രീനഗർ ടൗണിൽ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്, ഒരു 4-5 സ്ഥലങ്ങൾ. അപ്പോൾ സ്ഥലത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും പോകാൻ വേണ്ടി റെഡി ആയിക്കാണ്. ഞാൻ പിള്ളേരെ കാണിച്ചു തരാം. റമീസ് രാവിലെ കുളിച്ചിട്ടുണ്ട്. റമീസ് കുളിച്ചു തുടങ്ങി. ആച്ചോ അതവിടെ നോട്ടെ. അപ്പോൾ അതൊക്കെയാണ് നമ്മളെ ഷൂ. ചെറിയ നനവൊക്കെ ഉണ്ടായപ്പോൾ വെച്ചാണ്. എങ്ങനുണ്ട്? അടിപൊളി. കഴിഞ്ഞു പോവാ. റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാം റെഡിയായി പോവാണ്. നമ്മളെ ബായി ഇവിടെ ഉണ്ട്. അലിബായി ഇവിടെ ഇല്ല. അലിബായിൻ്റെ റൂമുണ്ട്. അലിബായിൻ്റെ പൂച്ചക്കുട്ടികളുണ്ട്. അലിബായിനെ കാണാനില്ല. നമ്മൾ പിള്ളേർ രാവിലെ തന്നെ ഇറങ്ങിയിട്ട് ഷട്ടിൽ കളിക്കാണ്. ഇതാണ് നമ്മൾ അലിബായി. ഹായ് ബോലോനാ. അപ്പൊ നമ്മള് ഷിക്കാര റൈഡിന് പോവാണ്. നമ്മളെ പിള്ളേരെല്ലാം അതേ പിറകെ വരുന്നുണ്ട്. അങ്ങനെ നമ്മള് ഷിക്കാര റൈഡിന്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. അല്ല അസ്ലോ, എന്താ ടോപ്പാണ്ട് അന്നും തള്ളിട്ടല്ലേക്ക് വെള്ളത്തേക്ക് ജി വഹിക്കോ. ഞാനില്ല, ഞാൻ എന്റെ കൂടെ ഇല്ല. തണുപ്പുള്ള इंसान को मोए बस आखिरी सुन लो, ये महल है अपना।
लौटा दे कश्मीर हमारा है कश्मीर दोबारा ഫൈനലി ഹസ്രത് ബാലിൽ എത്തിയിരിക്കുന്നു. അപ്പം ഇനി ഹസ്രത് ബാലി ദർഗൻ്റെ ഉള്ളിലോട്ട് പോകാൻ വേണ്ടി പോവാണ്. എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് നോക്കാൻ പോയിട്ട്. എങ്ങനെയുണ്ട് ഇവിടുത്തെ കുട്ടികളാണ്? നല്ല രസമല്ലേ? പിന്നെ എന്താ എൻ്റെ അഭിപ്രായം? അടിപൊളി. ഇവിടെ കെട്ടി കൂടാനുള്ള പ്ലാൻ ഉണ്ടോ? കൂടെ കൊള്ളാമെന്നുണ്ടല്ലേ? ആരും കാണൂലടാ, വ്യൂസ് എല്ലാം കുറവാ. എന്നെ ധൈര്യമായിട്ട് പറയാം. ഞാൻ അതല്ല അവിടുത്തെ പെണ്ണുങ്ങളുണ്ടല്ലോ മുഖത്തിങ്ങനെ തേച്ചിട്ടുണ്ടാക്കിയേ അവർക്ക് ഫ്ലഷ് ഇവിടെ ഓലിങ്ങനെ എന്താ പറയാ മേക്കപ്പ് കൊണ്ട് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ നമ്മളെ നാട്ടിലൊക്കെ. മേക്കപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് റെഡ് ചെയ്ത് കൊടുക്കും. പക്ഷെ ഇവിടെയൊക്കെ അത് നാച്ചുറൽ ആയിട്ടുണ്ടെന്നാണ് ആള് പറയുന്നത്. ഇവിടെ ഈ അമ്മച്ചിക്ക് വരെയുണ്ട് കണ്ടാ, ഇവർക്ക് വരെയുണ്ട്. പെണ്ണുങ്ങളെ താങ്കള് ഫസ്ലു ഇങ്ങോട്ട് നമ്മൾ ഫൈനലി ഹസ്രത് ബാലിൽ എത്തിയിട്ടുണ്ട്. ഭയങ്കര സമാധാനമായിട്ടുള്ളൊരു സ്ഥലം കേട്ടോ. ഭയങ്കര കാമായിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള സിറ്റിയിൽ നിന്നൊക്കെ മാറിയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു പീസ്ഫുൾ ലൊക്കേഷൻ. നമ്മളെ ഇന്ന് ഇറങ്ങിയിട്ട് നമ്മളെ രണ്ടാമത്തെ ലൊക്കേഷനാണ് ഈ ഒരു ഹസ്രത് ബാൽ എന്ന് പറയുന്ന ഈ ഒരു സ്പോട്ട്. നൈസായിട്ടുള്ളൊരു സ്പോട്ട് കേട്ടോ. എന്തായാലും മസ്റ്റായിട്ട് എന്താ പറയുക മിസ് ചെയ്യണ്ട. എന്താ പറയുക കാശ്മീരൊക്കെ വരുമ്പോൾ ശ്രീനഗറിലെ ഹസ്രത് ബാൽ എന്ന് പറയുന്ന ഈ ഒരു സ്പോട്ട്. ഇവിടെ ധാരാളം എന്താ പറയുക പ്രാവുകളുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കണ്ടോ പ്രാവുകൾ. അതുപോലെ ഒരുപാട് പേര് ഇതുപോലെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നവരുണ്ട്. ഇവിടുത്തുകാരനെ നല്ല രീതിക്കുണ്ട് ഇവിടെ. പലതും പറഞ്ഞേക്കുന്നുണ്ട്. അതായത് 60 ലക്ഷം കൊടുത്താലും റെസിപ്പി പറഞ്ഞല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 5 കോടി പറഞ്ഞിട്ടുണ്ട്. പല വീഡിയോസിലും പലതും കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പൈസ കൊടുത്തിട്ടൊന്നും എന്താ പറയുക റെസിപ്പി പറഞ്ഞു കൊടുക്കാത്തൊരു കാരണമായിട്ടുള്ളൊരു ഫഡ്ജ്, വാൽനട്ട് ഫഡ്ജ് കിട്ടുന്നൊരു സ്പോട്ടിൽ നമ്മൾ വന്നിട്ടില്ല. അപ്പോൾ നമ്മളെല്ലാവരും സംഭവങ്ങളെല്ലാം പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഇതേ കണ്ടോ, പിള്ളേരെല്ലാം അകത്തുണ്ട്. ഗൈസ് അങ്ങനെ നമ്മൾ എവിടെ ഇനി ഹസ്രത് ബാലി പോയി. അതുപോലെ വേറെ എവിടെ പോയേ, വേറെ ആ മറ്റേ എന്താ പറയുക പേര് പറഞ്ഞു, വാൽനട്ടിൻ്റെ ആ ഒരു സാധനം ഉണ്ടല്ലോ, പഠിച്ചു വാങ്ങിച്ച് നമ്മൾ നേരെ തിരിച്ചു വന്നു. പിന്നെ പള്ളീൻ്റെ ഉള്ളിലൊക്കെ രണ്ടാമത് കയറി ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോന്നു. എന്നിട്ടിപ്പോൾ എന്താ ചെയ്യാൻ വാപ്പസ് ആയേगा वापस मिला है वो मिला है बेटा मेरा हाँ रेडी है उसके साथ बात किया हाँ बात किया था अच्छा हिसाब किताब किया कल रात में बात किया था हाँ हिसाब किताब किया है हिसाब किया हाँ खत्म हो गया खत्म पूरा खत्म हो गया कैसा है कटरा वापस जाएगा
यहाँ से टैक्सी उधमपुर तक वहाँ से ट्രെയിൻ ഗൈസ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, വെക്കേറ്റ് അടിക്കുകയാണ്, കാശ്മീരിൽ നിന്ന് തിരിച്ചു പോവാണ്. അപ്പം ഇനി നാട്ടിലേക്ക് പോകണ ആ ഒരു വ്ളോഗും കൂടി ഇതിൽ കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ വിചാരിക്കുന്നത്. വലുതായിട്ടൊന്നും ഉണ്ടാവില്ല, ചെറിയ ചെറിയ വിഷ്വൽസ്, കട്ടിങ്സ്, ചെറിയ എന്താ പറയുക ഫുട്ടേജൊക്കെ അങ്ങനെ എടുത്തിട്ട് നൈസായിട്ട് ഈ ഒരു വീഡിയോ നമ്മളങ്ങനെ നാട്ടിലെത്തുന്ന വരെ, ചിലപ്പോൾ ഡൽഹി വരെ ഉണ്ടാവുള്ളൂ. നാളെ ചിലപ്പോൾ വേറെ സ്പോട്ടിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഷെയർ ടാക്സിക്ക് നമ്മൾ ആദ്യം ഉധംപൂർ പോകും, പിന്നെ ഉധംപൂരിൽ നിന്ന് രാത്രി ട്രെയിൻ നേരെ ഡൽഹിക്ക്. അപ്പോൾ അങ്ങനെ നാളെ രാവിലെ എന്താ പറയുക 10 മണിക്ക് നമ്മൾ ഡൽഹി എത്തും. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്ത ആ ഒരു കാര്യങ്ങളുള്ളത്. അപ്പോൾ നമ്മൾ ഡൽഹിയിൽ 10 മണിക്ക് എത്തുമ്പോൾ നമുക്ക് ട്രെയിനിൽ നിന്ന് അത്താൻ കഴിക്കേണ്ടി വരും. അതുപോലെ പോകുന്ന വഴിക്ക് ഇപ്പോൾ ഏകദേശം 5:30 കഴിഞ്ഞിട്ടുണ്ട്, 5:30 സമയം. അപ്പോൾ പോകുമ്പോൾ നോമ്പ് തുറക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് നൈസായിട്ട് കാണാം ഗൈസ്. ബൈ.